ഇപ്പം നിങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യണ്ടല്ലോ അല്ലേ? എത്ര ആൾക്കാർ സൊല്യൂഷൻ നോക്കാതെ ഇത് ഞാൻ ചെയ്യും, ഇതിങ്ങനെ തിയറി മാത്രം നോക്കുക. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, എന്നിട്ട് അതിന് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ലൈക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ആ കൺസെപ്റ്റ് എനിക്കറിയാം. അപ്പോൾ തിയറി നോക്കി വീണ്ടും ആ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ വേണമെങ്കിൽ താഴെ തന്നെ ഉണ്ടാവും, അത് നോക്കാതെ എത്ര പേര് ഇവിടെ ചെയ്യാറുണ്ട്? ഓക്കെ, റിലേറ്റീവ്ലി കുറവാണ് എമൗണ്ട്, പക്ഷേ അത് കൂടണം. ഓക്കെ, എല്ലാവരും ഈ കാര്യം ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് വരിക, നിങ്ങളുടെ ഒരു എന്താ പറയുക, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി, ഇപ്പം തിയറി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കിട്ടാതാവുമ്പോൾ നിങ്ങൾക്ക് തിയറി വീണ്ടും നിങ്ങൾ തിയറി പിന്നെ ലൈക്ക് റീവിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നേ നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും. ഓക്കെ, ആ പോയിന്റ് കിട്ടിയാലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഇത് സോൾവ് ചെയ്യാൻ പറ്റുക, ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു തിയറി ലൈക്ക് ഒരു സ്പെസിഫിക് കൺസെപ്റ്റ് ഭയങ്കര ക്ലിയർ ആവുള്ളൂ. അപ്പം എന്താ, ഒരു തിയറി ക്വസ്റ്റ്യൻ ഇൻ്റർപ്ലേ ആണ്. തിയറി പഠിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യണു, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല ഓഫ് കോഴ്സ്. അപ്പോൾ എന്ത് വരും, അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൺസെപ്റ്റിൽ എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ട്, എവിടെയോ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് തിയറിക്ക് തിരിച്ചു പോകും, തിയറി നോക്കും. തിയറി ഒന്നുകൂടെ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്പെസിഫിക് സാധനത്തിനായിരിക്കും നോക്കുന്നത്, അപ്പോൾ ഒരു പുതിയ പോയിന്റ് കാണും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും തിയറിക്ക് തന്നെ തിരിച്ചു വരും, അല്ല വീണ്ടും ക്വസ്റ്റ്യൻക്ക് തന്നെ തിരിച്ചു വരും, ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ നോക്കും. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഒരു സബ്ജക്റ്റിലെങ്കിലും നിങ്ങൾ ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യണം. എനിക്ക് ആ സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു, ഫിസിക്സും മാത്സും ആയിരുന്നു. അപ്പോൾ ബേസിക്കലി സൊല്യൂഷൻ നോക്കാതെ ഇരുന്ന് ചെയ്യണമെന്നൊരു വാശിയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ആ ഒരു അനലിറ്റിക്കൽ എബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജെനറ്റിക്സിലൊക്കെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരും, അതൊക്കെ ലൈക്ക് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ ലൈക്ക് നന്നായിട്ട് നോക്കുക. ഇനി സൊല്യൂഷൻ ഡയറക്റ്റ് ഇനി എന്ത് ചെയ്തിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാർമാരോട് വന്ന് ചോദിക്കുക, അവരോട് ചോദിക്കുക, എന്ത് ഒരു ഹിൻറ്റ് പറഞ്ഞു തരുമോ, സൊല്യൂഷൻ എനിക്ക് ഡയറക്റ്റ് വേണ്ട, ഒരു ഹിൻറ്റ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുക.